എല്ലാവർക്കും നമസ്കാരം. കൈവല്യ വ്യൂഷൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് നാരായണീയ സാഹസ്രം 248 ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 24 ദശകത്തിലെ 5 ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ആധി വ്യാധി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താണിത്, ഇതെങ്ങനെ നശിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ആദ്യം ആധിയെക്കുറിച്ച് പറയാം. ശരീര ദുഃഖത്തെ വ്യാധി എന്നും മാനസിക ദുഃഖത്തെ ആധി എന്നും പറയുന്നു. രണ്ടിനും ഹേതു അജ്ഞാനം തന്നെയാണ്. അജ്ഞാനത്താൽ മൂർഖൻ വളർന്ന് തടിച്ചു കൊഴുത്ത് ആഗ്രഹങ്ങളായിത്തീരും. ആഗ്രഹങ്ങൾ ഒന്നിനു പിന്നിൽ മറ്റൊന്നെന്ന കണക്കിൽ അവസാനമില്ലാതെ പ്രവഹിക്കാൻ തുടങ്ങും. അവയിൽ പലതും നിറവേറാതെ നിരാശയ്ക്കും കാരണങ്ങളായിത്തീരും. നിറവേറപ്പെടാത്ത ആഗ്രഹങ്ങൾ ഹേതുവായി മനസ്സ് വിമുഖവും അസ്വസ്ഥതയുമായിത്തീരും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത ഹേതുവായി മനസ്സിനെ എപ്പോഴും നിരാശാജടിലവും ദുഃഖപൂർണവും ആയിത്തീരും. ആ അവസ്ഥയാണ് ആധി എന്ന് പറയുന്നത്. വ്യാധി എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്ന ഭക്ഷണം, ദുർദേശ സഞ്ചാരം, അകാല ഭോജനം, ശവം വഹിക്കൽ, രോഗികളോടുകൂടി ചേർന്നിരിക്കൽ തുടങ്ങിയ പല കാരണങ്ങളെ കൊണ്ടും ശരീരത്തിലെ വാതാദി ദോഷങ്ങൾ കോപിച്ചിളകി പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു. നല്ലതോ ചീത്തയോ എന്തായാലും വാസനകൾ വർദ്ധിക്കുമ്പോൾ അനുഭവങ്ങളും വർദ്ധിക്കുന്നു. അനുഭവങ്ങളെല്ലാം സാധാരണത്തിലുള്ളവയാകയാൽ അവ നല്ലതോ ചീത്തയോ എന്തായാലും അവയ്ക്കെല്ലാം അജ്ഞാനം മൂല ഹേതുവും ദുഃഖം പരിണാമ ഫലവുമാണ്. ആധിവ്യാധികൾ നശിക്കുന്ന സ്വഭാവവും സാമാന്യമായി പറയാം. എങ്ങനെയാണ് ആധിവ്യാധികൾ നശിക്കുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ആധികൾ 2 തരത്തിലാണെന്ന് പറയപ്പെടുന്നു. അവയെ സംസാരമെന്നും വ്യവഹാരമെന്നും പറയും. സംസാരം സാമാന്യവും വ്യവഹാരം പ്രത്യേകവുമാണ്. ഉദ്ദിഷ്ട വസ്തുവിൻ്റെ ലാഭം കൊണ്ട് പ്രത്യേകമായ ആധി നീങ്ങും. ആധികൾ നീങ്ങുമ്പോൾ ആധിജാതങ്ങളായ വ്യാധികളും ശമിക്കും. ശരിയായ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സ്ഥിരമായ ആധി നീങ്ങി സുഖപ്രാപ്തി ഉണ്ടാവൂ. ആധി ജാതങ്ങളല്ലാത്ത ത്രിദോഷ കോപം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഔഷധ മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് മാറുമെന്ന് ലോകത്തിലെല്ലാവർക്കും അറിവുള്ളതും ആണല്ലോ. ആധി എങ്ങനെ വ്യാധിയായി മാറുന്നു? ആധി എങ്ങനെ വ്യാധിയായി തീരുന്നു എന്നാണെങ്കിൽ പറയാം. മനസ്സ് വിദൂരമായി തീരുമ്പോൾ ശരീരവും അതുപോലെ പ്രക്ഷുബ്ധമായി തീരും. പ്രക്ഷുബ്ധമായ ശരീരത്തിലെ നാഡികൾ ചഞ്ചലങ്ങളും ശരിയായ പ്രാണഗതിയെ തടയുന്നവയുമായി തീരും. അപ്പോൾ പ്രാണന്റെ ചലനത്തിന് സാരമായ മാറ്റവും ഉണ്ടാകും. അപ്പോൾ കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിക്കാതെ അജീർണത്വമോ കുജീർണത്വമോ സംഭവിക്കും. അപ്പോൾ വാതാദി ദോഷങ്ങളുടെ കോപത്തിനും അത് ഹേതുവായി പലവിധ രോഗങ്ങളുടെ ഉൽപ്പത്തിക്കും ഇടവരികയും ചെയ്യും. മന്ത്രം കൊണ്ട് രോഗം മാറുന്നത് എങ്ങനെയാണ്? ഇനി മന്ത്രങ്ങളെ കൊണ്ട് രോഗം മാറുന്നത് എങ്ങനെയാണെന്ന് സ്വഭാവം കൂടി പറയാം. കടുക്ക കുടിച്ചാൽ
വിരേചനമുണ്ടാവും എന്നത് പ്രത്യക്ഷമാണല്ലോ. യ ര ല വാദി അക്ഷരങ്ങളും അതുപോലെ ശരീരത്തിലെ പ്രാണഗതിക്ക് പല വ്യത്യാസങ്ങളും വരുത്തുന്നു. പ്രാണഗതിയുടെ വ്യത്യാസം കൊണ്ട് ജഠരാഗ്നിക്കും പചനക്രിയയ്ക്കുമെല്ലാം മാറ്റം വരുത്തും. അവയുമെല്ലാം യഥാതഥമായി പ്രവർത്തിക്കുമ്പോൾ രോഗം മാറി ശരീരം അരോഗവും മനസ്സ് നിർമ്മലവുമായി തീരും. നിർമ്മലമായ മനസ്സും അരോഗ്യമായ ശരീരവും ഉള്ളപ്പോൾ ജീവൻ സന്തുഷ്ടനാണ്. എന്നാൽ ആ അവസ്ഥ സ്ഥിരപ്പെടണമെങ്കിൽ ആത്മജ്ഞാനത്തിന് ദൃഢത കൂട്ടുക തന്നെ വേണം. അങ്ങനെയാണ് ആ ആത്മജ്ഞാനത്തിന് ദൃഢത കൂടണമെങ്കിൽ നാമജപം അതുപോലെ മന്ത്രജപമൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആ അതിവ്യാധികളെല്ലാം ഒഴിഞ്ഞ് എന്താ പറയുക, നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ശുദ്ധമായി തീരും. അതിന് ഏകമാർഗം നാമജപമാണ്. അതിന് ആദിവ്യാധികളൊക്കെ മാറി ആ മനസ്സ് നിർമ്മലമായി ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമീ ശരണമയ്യപ്പ. ഗുരുഭ്യോ നമഃ. 24-ാമത്തെ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മളിതാ പാരായണത്തിലേക്ക് കടക്കുന്നു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദൃഷ്ട്വാത്മാ ഗുരുഭിരശിശിക്ഷചിരമമും ഗുരുപ്രോക്തം ചാസാവിദമിദമഭദ്രായ ദൃഢമിത്യാപാകുറുവൻ സർവം തവ ചരണഭക്തൈവ വവൃധേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദൃഷ്ട്വാത്മാ ഗുരുഭിരശിശിക്ഷചിരമമും ഗുരുപ്രോക്തം ചാസാവിദമിദമഭദ്രായ ദൃഢമിത്യാപാകുറുവൻ സർവം തവ ചരണഭക്തൈവ വവൃധേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ പ്രഹ്ലാദൻ്റെ കഥയാണ് നമ്മളിതാ വർണ്ണിച്ചു വരുന്നത്. പ്രഹ്ലാദൻ്റെ ഭക്തിയെക്കുറിച്ചൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെ നമ്മളിതാ 248-ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ എല്ലാവരോടുമായിട്ടുള്ള ഒരപേക്ഷയാണ്, മുഴുവനായിട്ട് ഇരുന്ന് കാണുക. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഇരുന്ന് കാണാതെ ഇതിൽ എന്താണോ പറയുന്നത് അത് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പറ്റുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കണം. അപ്പോൾ അതിന് എന്താണ് ഇതിൽ ഈ ഓരോരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എല്ലാവരും ഇരുന്ന് കാണണം. ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇതിൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന ഇത് മുഴുവനായിട്ട് ഇരുന്ന് കാണാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാവണം.
ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായിട്ട് ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ മുഴുവനായിട്ടിരുന്ന് കാണുക. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ നാമ സങ്കീർത്തനം സദാലോകക്ഷേമായ കുറുവന്ദം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രയം ഭജേ ദേവി നാരായണ നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരംഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. പ്രഹ്ലാദ ചരിതം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിശിഷ്ടമായ ഭക്തി സാന്ദ്രമായ അല്ലെങ്കിൽ ഭക്തി പഠിപ്പിക്കുന്ന ഒരു പ്രകരണം തന്നെയാണ് പ്രഹ്ലാദൻ്റെ പ്രകരണം ചരിതം പ്രഹ്ലാദ ചരിതം. പ്രഹ്ലാദൻ എപ്രകാരം ജീവിച്ചു? പ്രകർഷേണ ഹ്ലാദം ഉള്ളവൻ എന്നാണ്. ഹ്ലാദം എന്ന് വെച്ചാൽ ആഹ്ലാദം, സന്തോഷം. പ്രകർഷേണ ആഹ്ലാദമുള്ളവൻ, അതാണ് പ്രഹ്ലാദൻ. പ്രത്യേക സന്തോഷമുള്ളവൻ അർത്ഥം. അപ്പോൾ പ്രത്യേക സന്തോഷം എന്താ? വാസ്തവത്തിൽ പ്രത്യേകത എന്താ? പ്രത്യേകത ഭഗവാന്റെ അനുഗ്രഹം തന്നെ. ഭഗവത് ഭക്തി എന്ന പ്രത്യേക സന്തോഷം ഉള്ളവൻ പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദൻ്റെ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇന്നലെ പറയലുണ്ടായി, വിട്ടുവീഴ്ചയില്ല. അതങ്ങനെ ആയിക്കോട്ടെ, അത് സാരില്ല. നിഷ്ഠയിൽ, ഭക്തി എന്ന നിഷ്ഠയിൽ വിട്ടുവീഴ്ചയില്ല. ഗൗരവതരമായിട്ടുള്ള ഭക്തി, അതായത് ഭഗവത് ഭജനം എന്നുള്ളതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഭഗവത് ഭജനം എന്നുള്ളതൊരു ഒരു വഴിപാടായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ്സായിട്ടോ കൊണ്ടുനടങ്ങുന്ന ആളല്ല എന്നർത്ഥം. ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അത് ഗൗരവതരമായിട്ടുള്ള ഭക്തിയാണ് അവിടെ പറയുന്നത്. ശ്രവണം കേൾക്കുക, കീർത്തനം കീർത്തിക്കുക, വിഷ്ണോസ്മരണം ഓർക്കുക, അർച്ചിക്കുക, വന്ദിക്കുക, ദാസ്യഭാവത്തിൽ ആശ്രയിക്കുക, സഖാവായി കാണുക, ആ സഖാവിന് എല്ലാം സമർപ്പിക്കുന്ന ഭാവത്തിലേക്ക് ആത്മനിവേദനം ചെയ്യുക. അപ്പോൾ ഇതൊരു നമ്മളെപ്പോലെ ഒരു ടൈം പാസോ ഒരു ഷോ ഓഫോ അല്ലെങ്കിൽ ഒരു റിച്വലോ അല്ലെങ്കിൽ ഒരു റുട്ടീനോ അല്ല. പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ശ്വാസമുണ്ടോ? ഭക്തിയുണ്ട്. അതാണ് പ്രഹ്ലാദൻ്റെ പ്രത്യേകത. നവധാഭക്തിയിൽ തന്നെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത 9 ചവിട്ടുപടികളാണത് ഈ നവധാഭക്തി. ഈ നവധാഭക്തി നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതിൻ്റെ ഗൗരവം എത്രയാണെന്ന്. ഗൗരവതരം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളൊക്കെ ഭഗവാന്റെ കാര്യങ്ങളിൽ കുറച്ച് ഉപേക്ഷ കാണിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനോട് അപേക്ഷയുണ്ടെങ്കിലും ഭഗവാന്റെ കാര്യങ്ങളിൽ നമുക്ക് ഉപേക്ഷ കുറച്ചുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വ്യാഴാഴ്ച അമ്പലത്തിൽ പോകുന്ന ആൾ ഒരു വ്യാഴാഴ്ച തൊഴുതില്ല എങ്കിൽ അയാൾ വിചാരിക്കും എല്ലാ വ്യാഴാഴ്ചയും പോകണമെന്നല്ല, ഭഗവാൻ അറിയാം. ഇതൊരു ഉപേക്ഷയാണ്. അത് അവനവൻ്റെ ആവശ്യത്തിലുള്ള ഭക്തിയാണ്. നേരെ മറിച്ച് ഭഗവാനെ കാണാൻ വ്യാഴാഴ്ച പോകുന്നവൻ്റെ അവസ്ഥ എന്താ? ഭഗവാനെ കാണാനായിട്ട് വ്യാഴാഴ്ച പോകുന്നവന് ഒരു വ്യാഴാഴ്ച പറ്റിയില്ലെങ്കിൽ ആ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമാണ്. അത് തന്നെയാണ് പ്രഹ്ലാദൻ്റെ ഭക്തി. ഞാൻ അവിടുത്തെ ദാസനാവാൻ ആഗ്രഹിച്ച് ദാസനായ ആളാണ് എന്നാണ്. ആലോചിക്കണം. വിദ്യാർത്ഥ രൂപ ജന്മാഢ്യോ മാനസ്തംഭ വിവർജിത എന്നല്ല നമ്മൾ പറയലുണ്ടായി.
നാലോ അഞ്ചോ ഘടകങ്ങളെ കൊണ്ട് ആളുകൾക്ക് അഭിമാനമുണ്ടാവും, മാനസ്തംഭം ഉണ്ടാവും. മാനസ്തംഭം എന്ന് വെച്ചാലോ അഭിമാനം കൊണ്ടുള്ള സ്തംഭം പോലെ നിൽക്കുക, അഹങ്കാരത്തിന് കൈയും കാലം വെച്ച രീതിയിൽ ജീവിക്കാന്നർത്ഥം. വിദ്യ കൊണ്ടുണ്ടാവാം, സമ്പത്ത് കൊണ്ടുണ്ടാവാം, സൗന്ദര്യം കൊണ്ടുണ്ടാവാം, കുലമഹിമ കൊണ്ടുണ്ടാവാം, അധികാരം കൊണ്ടുണ്ടാവാം. ഈ 5 കാര്യങ്ങളെ കൊണ്ട് വാസ്തവത്തിൽ മാനസ്തംഭം ഉണ്ടാവാം. മാനസ്തംഭം എന്ന് വെച്ചാൽ സ്തംഭം പോലെ നിൽക്കുന്ന അത്രയും അഹങ്കാരമുള്ളവൻ, അനങ്ങാപ്പാറ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം അതില്ലാത്ത ആളാ. ഏത്? ഇതൊക്കെ ഉണ്ടായിട്ടും ആത്മവിദ്യയുടെ അഗ്രഗണ്യൻ, സമ്പത്തിൻ്റെ കാര്യത്തിൽ ഹിരണ്യശിവന്റെ പുത്രൻ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഭഗവത് ഭക്തൻ, കയാധുവിൻ്റെ സാത്വിക ഭാവം മുഴുവൻ ആവാഹിച്ച രൂപമാണ്. ജന്മം ഏകഛത്രാധിപതി സാക്ഷാൽ ഹിരണ്യശിപുവിൻ്റെ പുത്രനായിട്ട്. ഇത് പ്രഹ്ലാദന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. മാനസ്തംഭ വിവർജിത, മനഃപൂർവം അതിനെ ഉപേക്ഷിച്ചതാണ്. അത്തരം അഭിമാനങ്ങളെ പ്രഹ്ലാദന് പുല്ലുവിലയിരുന്നു. ഭഗവത് ഭക്തി എന്നുള്ള ഘടകത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നാണ് പ്രഹ്ലാദൻ്റെ അഭിപ്രായം. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നേരത്തെ ഭൂഗോളവർണ്ണന പറയുമ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ വാക്കിലൂടെ നമ്മൾ കേട്ടതാണ്. ലോകം മുഴുവൻ സ്വസ്തി ഉണ്ടാവണേ ഭഗവാന്, മംഗളം ഉണ്ടാവണേ, ദുഷ്ടന്മാരിൽ അവിടുന്ന് പ്രസാദിക്കണേ. ധ്യായന്തു ഭൂതാനി ശിവം, നല്ലത് മാത്രം ജീവജാലങ്ങൾ ധ്യാനിക്കണേ, ചിന്തിക്കട്ടെ എന്ന്. അപ്പം ഈ നന്മ എന്നുള്ളത് ഈശ്വര ചൈതന്യത്തിലാണ് എന്ന് ഉറപ്പിച്ച ആ ഈശ്വര ചൈതന്യത്തെ സദാ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭക്തിഭാവം, ഗൗരവം ഉള്ളത്, ഉപേക്ഷയില്ലാത്തത്, അപേക്ഷയുമില്ലാത്തത്. അപ്പോൾ ആ പ്രഹ്ലാദൻ്റെ ഭക്തി വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല. പ്രഹ്ലാദനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വാചാലനായിട്ടുള്ള നാരദ മഹർഷി പോലും പിശുക്കിയിട്ട പോയി. കാരണം വിശേഷിപ്പിക്കാൻ ചില ക്യാരക്ടർ, ചില സ്വഭാവം, ചില മഹത്വം നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല വാക്കുകളെ കൊണ്ട്. കാരണം വാക്കുകൾ കുറഞ്ഞു പോകും, മഹത്വത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ മഹത്വം കുറയും നമ്മളതിനെ വിശേഷിപ്പിച്ചാൽ. പ്രഹ്ലാദൻ്റെ അതുപോലെയാണ്. ഇപ്പം ഇവിടെ ഇതാ പ്രഹ്ലാദൻ എന്ന പുത്രൻ ഗർഭവസതവും. പ്രഹ്ലാദൻ്റെ പ്രവൃത്തികളൊക്കെ ഹിരണ്യശിപുവിന് അലർജി ഉണ്ടാക്കി. ചിലർ കാണുമ്പോൾ ഹിരണ്യശിപുവിന് ചിരി വന്നു, അത്രേ പുച്ഛം കൊണ്ടുള്ള ചിരി. ഇവനിത്ര വിഡ്ഢിയാണ്, എൻ്റെ പുത്രനായിട്ടുള്ള ആളെ ഈ മായാവി മഹാവിഷ്ണുവിൻ്റെ ആരാധകനായിട്ട് ഇങ്ങനെ വിഡ്ഢിതം കാണിക്കുക എന്ന് ഹിരണ്യശിപുവിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അത്രേ. നോദ്വിഗ്ന ചിത്ത. പക്ഷെ അതിലൊന്നും പ്രഹ്ലാദനൊരു വിഷയമില്ല. കാരണം പ്രഹ്ലാദൻ്റെ പ്രത്യേകത ഭക്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണോ ബാധിക്കുക എന്നുള്ളത് പ്രഹ്ലാദന് ചിന്തയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനറിയാം വിശ്വപ്രേമത്തിൻ്റെ ഭാവമാണ് ഭക്തി എന്നുള്ളത്. ആ വിശ്വപ്രേമം ഉള്ളവന് അതുകൊണ്ട് മറ്റുള്ളവർ പരിഹസിച്ചു എന്നുള്ളതൊന്നും ആളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അച്ഛൻ പരിഹസിക്കാറുണ്ട്, അച്ഛൻ്റെ ഭൃത്യന്മാർ പരിഹസിക്കാറുണ്ട്, ചിലപ്പോൾ കൂട്ടുകാരും പരിഹസിക്കാറുണ്ട്. പ്രഹ്ലാദൻ്റെ ഈ ഗൗരവതരമായ ആത്മദാനം തന്നെ ചെയ്യുന്ന, ആത്മനിവേദനം ചെയ്യുന്ന ആ ഭക്തി മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോഴൊക്കെ അവർ പരിഹസിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചോളൂ. ഒരു സപ്താഹവേദിയിൽ പോയാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഗോവിന്ദ ജപിക്കാൻ രണ്ടാമതല്ല മൂന്നാമത് ആലോചിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാര്യം എല്ലാവരും നാരായണീയം ബൈഹാർട്ടും ഭാഗവതം ബൈഹാർട്ടുമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇമേജ് പ്രശ്നം.
കാരണം നാമം ജപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോകുമോ എന്നൊരു പേടി. വടക്കോട്ടും തെക്കോട്ടും കീഴ്പെട്ടും മേപ്പെട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടും നോക്കിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. മറ്റുള്ളവർ കാണാതിരിക്കാനും കാണാതെ ജപിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ജപിക്കാണ്ടിരുന്നാൽ മതി, അത് പറ്റില്ല. പക്ഷേ അവിടെയാണ് പ്രഹ്ലാദന്റെ പ്രാധാന്യം. അത്തരത്തിലുള്ള അപഹാസ്യങ്ങളിൽ നിന്നും പ്രഹ്ലാദന് ശ്രദ്ധിച്ചില്ല. പാവം സ്വസ്ത്യസ്തു വിശ്വസ്യ, വിശ്വത്തിന് മുഴുവൻ സ്വസ്തി ഉണ്ടാവണേ ഭഗവാനെ, എനിക്കത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കുക, അവിടുത്തെ ചിന്തയിൽ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട്, ശ്രവിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ടും ദാസ്യഭാവത്തിലും സൗഹൃദഭാവത്തിലും തന്നെ സമർപ്പിച്ചുകൊണ്ടും അത്തരത്തിൽ അർച്ചിച്ചും വന്ദിച്ചും അത്തരത്തിൽ ലോകം മുഴുവൻ അവിടുത്തെ മയമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഹ്ലാദൻ, 2 എന്നുള്ള അവസ്ഥയെ ജയിച്ച പ്രഹ്ലാദൻ. അതായത് പരിഹസിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് 2 ഉണ്ടാകുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്. അതില്ലാത്ത ആളാണ് പ്രഹ്ലാദൻ. ഭക്തന്മാരുടെ ലക്ഷണത്തിൽ അത് കപില മഹർഷി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിലൊരു 2 ഭാവമില്ല. അയാൾ പരിഹസിക്കുമ്പോഴും പ്രഹ്ലാദൻ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് ഞാൻ ചിന്തിക്കണതല്ലേ അയാൾ പരിഹസിക്കുന്നത്, അതുകൊണ്ട് അയാൾക്ക് അതിനുള്ള പുണ്യം ഉണ്ടാവുന്നതാണ്. കാരണം പരോക്ഷമായി അദ്ദേഹവും ഭഗവാനെ സ്മരിക്കുകയാണ് അപ്പം ചെയ്യണത്. നിങ്ങളുടെ നാമജപം ആ രീതിയിലാക്കി നോക്കൂ. ഞാൻ ഉറക്ക നാമം ജപിച്ച് ഒരുത്തൻ പരിഹസിക്കുന്നുവെങ്കിൽ ഞാൻ ജപിക്കുന്ന നാമത്തെ കേട്ടിട്ടല്ലേ പരിഹസിക്കുന്നത്, അതിൻ്റെ പുണ്യം അവനുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറക്ക നാമജപം വരും. അപ്പം നമുക്ക് നാമജപത്തിൽ ഗൗരവം ഉണ്ടാവും, ആത്മാർത്ഥതയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ നാമം ജപിക്കുമ്പോൾ അങ്ങോട്ട് നോക്കാൻ കാരണം നമുക്ക് ആത്മാർത്ഥതയില്ല, ഗൗരവമില്ല. പിന്നെ അയാൾ എന്നെ പരിഹസിക്കുകയല്ലേ എന്ന് തോന്നുകയാണ്. അയാൾ എന്നെയല്ല പരിഹസിക്കുന്നത്, എൻ്റെ നാമം ജപിക്കുക എന്ന പ്രക്രിയയാണ് പരിഹസിക്കുന്നത്. അതായത് പരിഹസിച്ച അയാൾക്ക് ഗുണമാണത്. കാരണം അയാൾ അവിടെ ചെയ്യുന്നത് ഭഗവാന്റെ നാമത്തെ കേൾക്കുക എന്ന പ്രവൃത്തിയാണ്. ഞാൻ നാമം ജപിച്ച് കൈകൂപ്പി നമസ്കരിക്കുന്നത് അയാൾ കാണുക എന്ന പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയാണ് അയാൾ പുച്ഛിക്കുന്നത്. അതയാൾക്ക് നല്ലതായി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഉച്ചത്തിൽ നാമം ജപിക്കാനുള്ള ടെൻഡൻസി വർദ്ധിച്ചു വരും. ഇത് നമ്മൾ മാനാഭിമാനമായിട്ടാണ് വിചാരിക്കുന്നത്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളത് ചിന്തിക്കുന്നത്. ഞാൻ നാമം ജപിക്കുന്നത് കാണുന്നതല്ല, അങ്ങനെയല്ല. ഞാൻ നാമം ജപിക്കുന്നതാണ് അവൻ കാണുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഞാൻ എന്നുള്ളതിന് പ്രാധാന്യം രണ്ടിയോ അഹങ്കാരം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം അങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ പുണ്യം കൂടി അവനും കിട്ടും എന്നുള്ളത് സ്വസ്ത്യസ്തു വിശ്വസ്യ എന്ന പ്രഹ്ലാദൻ്റെ ഭാവത്തിലേക്ക് ഓരോ ഭക്തനും എത്തിച്ചേരണം. അതാണ് ഇതിൻ്റെ ഈ ഭക്തിയുടെ ഒരു സ്വീറ്റ്നെസ്, ഭക്തിയുടെ ഒരു മാധുര്യം. എന്താ എന്ന് വെച്ചാൽ കേൾക്കുന്നവനെ ഏത് വിധേനയും ശുദ്ധീകരിക്കുന്നതാണ്. നാമം കേൾക്കുന്നവൻ്റെ ഭാവം എന്തോ ആയിക്കോട്ടെ, അവൻ്റെ ഭാവം എന്തായാലും അവനെ ഏത് വിധേനയും ശുദ്ധീകരിക്കുക. അതാണ് നാമത്തിൻ്റെ പ്രത്യേകത. അതാണ് നമുക്ക് പ്രഹ്ലാദചരിതം കാണിച്ചിരുന്ന ഒരു പ്രത്യേകത. നമുക്കിപ്പോഴുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഉണർന്നു വരുന്ന ഈഗോ പ്രോബ്ലംസ്, ഈഗോ സബ്ജക്റ്റുകൾ, ഈഗോ മാറ്റേഴ്സ്, അത്തരത്തിലുള്ള ഈഗോ വിഷയങ്ങൾ പ്രഹ്ലാദനെ പോലെ ചിന്തിക്കുമ്പോൾ നമുക്കില്ലാതെയാവും. കാരണം സ്വസ്ത്യസ്തു വിശ്വസ്യ. അപ്പോൾ അവിടെ ഞാൻ പരിഹസിക്കപ്പെടുന്നു എന്നുള്ള ഭാവം ഇല്ലാതെയായി കഴിഞ്ഞാൽ നമുക്കും അത് ഗുണം ചെയ്യും. അതെന്താ? നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ നാമം ജപിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. അവൻ ഒന്നുകൂടി കേൾക്കട്ടെ, ഇനി അവൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനും കേൾക്കട്ടെ.
നോക്കൂ, നമ്മൾ എത്ര ഭാഗവതം കേൾക്കുന്നവരാണ്, എത്ര നാരായണീയം വായിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന, എപ്പോഴും ഞാൻ ആളുകളെ കുറച്ച് എന്താ പറയുക, കളിയാക്കി പറയാറുള്ളത് ഈ നാമജപത്തിൻ്റെ കാര്യത്തിലാണ്. നാമം എന്നുള്ളത് നമുക്കിങ്ങനെ വരണില്ല. ഒരു തൊണ്ടയിൽ കിച്ചാണോ സംശയം, എവിടെയോ തങ്ങി നിൽക്കുക ഈ സാധനം. എവിടെ തട്ടിയിട്ടും വരണില്ല. വയറ്റത്ത് തട്ടി, മാറിൽ തട്ടി, കഴുത്തിൽ തട്ടി, ചുണ്ടിൽ തട്ടി, കവിളിൽ തട്ടി, സംഗതി പുറത്തേക്ക് വരണില്ല നാമജപം. അതിന് കാരണം ഈ ഈഗോ ആണ്. ആ ഈഗോ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി, അയാൾ എന്നെ പരിഹസിക്കുന്നില്ല. കാരണം ഞാൻ സാധാരണ നടന്നു പോകുമ്പോൾ അയാൾ എന്നെ നോക്കി ചിരിക്കുന്ന ആളാണ്, ലോക്യം പറയുന്ന ആളാണ്. അപ്പം അയാൾ എന്നെയല്ല പരിഹസിക്കുന്നത്, എൻ്റെ ഈ പ്രവൃത്തിയല്ലേ. ഈ പ്രവൃത്തി പരിഹസിച്ചാൽ ഏത് തരത്തിലായാലും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഏനപ്രകാരം ഏത് തരത്തിലും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സാങ്കേത്യം, പാരിഹാസ്യം, സ്തോഭം, ഹേളനം, അത് ആ വ്യക്തിക്ക് പുണ്യമേ ചെയ്യൂ, നല്ലതേ ചെയ്യൂ. പിന്നെ നമ്മൾ എന്തിന് പരിഭ്രമിക്കണം എന്നാണ് പ്രഹ്ലാദൻ ചിന്തിച്ചത്. അത് തന്നെ നമുക്കും ചിന്തിക്കാന്നേ. നമ്മൾ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? അതിൻ്റെ ഒരു വൈഷമ്യമില്ലല്ലോ. നമ്മളെയാണ് അവൻ പരിഹസിക്കുന്നത് ആണെങ്കിലാണല്ലോ നമുക്ക് പ്രോബ്ലം ഉള്ളത്. എന്നെ അവൻ പരിഹസിക്കാറില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറയാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നാമജപം അവന് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഘടകം നാമജപമാണ്. ആ നാമജപത്തിൻ്റെ പ്രത്യേകത നമ്മളെ പോലെയുള്ള ഈഗോകളല്ല നാമജപം. നാമം ആരുച്ചരിക്കുന്നുവോ, നാമം ആര് കേൾക്കുന്നുവോ ആ വ്യക്തിയെ ശുദ്ധീകരിക്കും. അപ്പം ഞാൻ കാരണം അയാൾ കൂടുതൽ സത്തനാവല്ലേ ചെയ്യണത്, അതിൽ സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത്. അപ്പം പ്രഹ്ലാദൻ്റെ ഓരോ പ്രവൃത്തിയെയും നിരീക്ഷിച്ചിരുന്നു ഹിരണ്യകശിപു എന്നാണ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം. ആ ചില കാര്യങ്ങളിലൊക്കെ ചില അസ്വാഭാവികത തോന്നിയപ്പോഴാണ് വിദ്യാഭ്യാസത്തിനൊന്ന് ചെന്ന് നോക്കിയത്. നമ്മൾ ഈ കുട്ടികളെ വഴിതെറ്റിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഭൗതിക വിദ്യാഭ്യാസം. വിദ്യ ലഭിക്കുക എന്നുള്ളത്, വിദ്യയല്ല അവിടെ കിട്ടുന്നത്. നമുക്ക് വിദ്യ കൊണ്ടുള്ള അഭ്യാസമാണ് ശരിക്കും ഇന്നത്തെ വിദ്യാഭ്യാസം. അപ്പോൾ ആ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വഴിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ എന്നോ സംസ്കാരം ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നില്ല. പണ്ട് വിദ്യാഭ്യാസം കൊണ്ട് സംസ്കാരം ഉണ്ടായിരുന്നു, ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് അഭ്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രഹ്ലാദനെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു ഹിരണ്യകശിപു. ഈ വക ഗോഷ്ഠികളൊക്കെ മാറും. രാവിലെ ആകുമ്പോൾ കുളിക്കുക, നാമം ജപിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, ചിരിക്കുക, കരയുക. ഉച്ചത്തിൽ നാമം ജപിച്ചിട്ട് ഹിരണ്യകശിപുവിന് തന്നെ കുറച്ച് നാണക്കേടായി. മടിയിലിരുന്ന് ഉച്ചത്തിൽ നാമം ജപിക്കണേ. 74 ലോകങ്ങളും മഹാവിഷ്ണുവിനെ കാണാതെ മത്വ എന്നല്ല പറഞ്ഞില്ലേ, ഭിയായാതം മത്വ, ഭയം കൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു എന്ന് ലോകം മുഴുവൻ പാടി നടന്ന ആളാ. ആ ആളുടെ നാമമാണ് ഒരു ഭയവുമില്ലാതെ തൻ്റെ ഇളയപുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ മടിയിൽ നിന്ന് ജീവിക്കുന്നത്. ഹിരണ്യകശിപുവിന് എങ്ങനെയാ അത് ഉൾക്കൊള്ളാൻ സാധിക്കും? വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചു. ഈ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കുമ്പോൾ പ്രഹ്ലാദൻ എല്ലാറ്റിൻ്റെയും ഉത്തരം വളരെ കൃത്യമായിട്ട് പറയും. പക്ഷേ ഇതല്ല കാര്യം എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിലൊന്നുമല്ല, ഇതിനല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇതല്ല വിദ്യാഭ്യാസം, ഇതല്ല നമ്മൾ അഭ്യസിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് അദ്ദേഹം അച്ഛന് സന്തോഷമാവാൻ വേണ്ടി, കൂട്ടുകാർക്ക് സന്തോഷമാവാൻ വേണ്ടി, ഗുരുനാഥന്മാർക്ക് സന്തോഷമാവാൻ വേണ്ടി വിദ്യയെ അഭ്യസിച്ചത്. വിദ്യ നേടാനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണം. വിദ്യാസ്വരൂപനായിട്ടുള്ള ഭഗവാനെ 24/7 അല്ല, ഇനി അതിനപ്പുറം ഉണ്ടെങ്കിൽ അത്രയും നേരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രഹ്ലാദനെ പോലുള്ള ഒരാൾക്ക് വിദ്യയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. ഇവിടെ പ്രഹ്ലാദൻ്റെ വിദ്യാഭ്യാസം
അഭ്യാസം തന്നെയായി ശരിക്കും. ഗുരുനാഥന്മാർക്ക് ഒരു രക്ഷയില്ല. എന്തുത്തരം പറഞ്ഞാലും ഉള്ളിലെന്തോ പിറുപിറുക്കും. ആ ഉള്ളിലുള്ള പിറുപിറുക്കൽ ഇതൊന്നുമല്ല, ഇതല്ല സത്യം എന്നുള്ള പിറുപിറുക്കല. പൗരോഹിത്യായ ഭഗവാൻ മൃതക്കാവ്യഖിലാസുരൈഃ ഷണ്ഡാമർക്കൗ സുതൗ തസ്യ ദൈത്യരാജഗൃഹാന്തികേ. കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഗുരുകുലത്തിലാണ്, പാഠശാലയിലാണ് പ്രഹ്ലാദനെ ചേർത്തിയത്. ശുക്രാചാര്യർ ലീവ് എടുത്തു പോയി. കാരണം ഈ വിദ്വാന്റെ കീഴിൽ താൻ ജോലിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര്യനാണ് അദ്ദേഹം വേദങ്ങളിലൊക്കെ പല മന്ത്രങ്ങളുടെയും ദ്രഷ്ടാവാണ് ശുക്രാചാര്യർ. അപ്പോൾ നമ്മൾ ഈ അസുരൻ്റെ ഗുരു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കുക. അത് ഗുരുത്വമാണ് അദ്ദേഹത്തിന്, ഒരു കുലത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹം. പക്ഷേ ഹിരണ്യകശിപുവിൻ്റെ ഈ അനുസരണക്കേട്, ധാർഷ്ട്യം, അത് അദ്ദേഹത്തിന് സഹിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തയ്യാറായില്ല സഹിക്കാൻ. മക്കളെ ഏൽപ്പിച്ചു. ഷണ്ഡാമർക്കൗ സുതൗ, ഷണ്ഡനും മർക്കനും, ഈ രണ്ടുപേരാണ് ഇപ്പോൾ അവിടെ ഇൻചാർജായിട്ട് വന്നിരിക്കുന്നത്. അവരാണിപ്പോൾ വിദ്യ അഭ്യസിപ്പിക്കുന്നത്. ശരിക്കും ഹിരണ്യകശിപുവിൻ്റെ ടേസ്റ്റിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ ഈശ്വര വിഷയങ്ങളൊന്നും വിഷയമല്ല അവർക്ക്. പ്രഹ്ലാദനാണെങ്കിൽ ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ പ്രഹ്ലാദന് ചുറ്റും കുട്ടികൾ കൂടും. വളരെ ചിരിച്ച് സൗഹൃദത്തോടെ, നിർമ്മലമായ ശബ്ദത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ പ്രഹ്ലാദൻ ഭഗവത് കഥകൾ കുട്ടികൾക്ക് കുറേശ്ശെ പറഞ്ഞു കൊടുക്കും. അവസാനം ഇൻ്റർവെൽ ഇല്ല എന്നുള്ള കണ്ടീഷനിലേക്ക് മാറ്റി. ഗുരുകുലത്തിൽ ഒരു പീരീഡിൻ്റെ ഇടയിലും ഗ്യാപ്പില്ല എന്നുള്ളത് നിർബന്ധമാക്കി. കാരണം ഗ്യാപ്പ് കിട്ടിയവൻ കുട്ടികളെ വിളിച്ചിരുത്തി നാമജപിപ്പിക്കും, ഈ ഹരികഥയൊക്കെ പാടും. ആസുരന്മാർക്ക് എന്ത് ഹരികഥ? ത്രിവർഗമാണ് അവർ പഠിപ്പിക്കുന്നത്. ത്രിവർഗം എന്ന് വെച്ചാൽ നമ്മളുടെ പുരുഷാർത്ഥത്തിൽ 4ആണുള്ളത്. ആ അർത്ഥം, കാമം എന്നുള്ള ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത് 4. ഈ 4-ന് 3 ഉള്ളവർക്ക് മോക്ഷമില്ല, ത്രിവർഗമേ ഉള്ളൂ. ധർമ്മം എന്നുള്ളത് ജീവിക്കാനുള്ള മാർഗത്തെ ധർമ്മം, അർത്ഥം എന്നുള്ളത് ഏതു തരത്തിലും സമ്പത്തുണ്ടാക്കുക, കാമം എന്നുള്ളത് ആ സമ്പത്തിലൂടെ ആഗ്രഹത്തെ സാധിപ്പിക്കുക. ഇതാണ് അസുരന്മാരുടെ ഒരു പുരുഷാർത്ഥം. പ്രഹ്ലാദന് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് മാത്രമല്ല, ഇതിന് കനത്ത എതിരാളിയായിരുന്നു അദ്ദേഹം. ആ ത്രിവർഗം പഠിക്കാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇന്നത്തെ ഭാഷയിലെ എക്കണോമിക്സ്, ബിസിനസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രഹ്ലാദനെ പോലെ ഒരു ആധ്യാത്മികന് ഇതിൻ്റെ ആവശ്യമില്ല, ഇതിന് താല്പര്യമില്ല പ്രഹ്ലാദന്. അപ്പോൾ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് പ്രഹ്ലാദൻ ഫോക്കസിങ് അല്ലാന്ന് മനസ്സിലായി, അറ്റൻറ്റീവ് അല്ലാന്ന് മനസ്സിലായി. ആ ഫോക്കസിങ് അല്ലാത്ത സ്വഭാവം കാണുമ്പോൾ തന്നെ ഈ ഗുരുനാഥന്മാർക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വന്നു എന്നുള്ളതാണ് വിഷയം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം, അതാണ് ഫാക്റ്റ്. സുരാരികൾ അസുരന്മാർ. അസുരന്മാർക്ക് പരിഹാസ്യമായിട്ടുള്ള വിഷയമാണ് തവ ചരണദാസ്യം, അവിടുത്തെ പാദങ്ങളിലുള്ള ദാസ്യവൃത്തി. നിജസുതയെ തൻ്റെ പുത്രനിൽ തന്നെ കണ്ടു എന്നാണ്. അതാണ് ഹിരണ്യകശിപുവിന് ഏറ്റവും വിഷമായത്. നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ സന്ധ്യാസമയത്ത് ഒരാൾ നാമം ജപിക്കണമെന്നാൽ അതിനെ പുച്ഛിക്കുകയും പറ്റുമെങ്കിൽ ആ വിളക്കിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആ തീ കെടുത്തുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഈ അസുരകന്മാർ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം. അവിടുത്തെ ചരണദാസ്യത്തെ മനസ്സിലാവാത്തവരാണല്ലോ ഗുരുവായൂരപ്പ ഈ അസുരന്മാർ. അവിടുത്തെ ദാസ്യഭക്തി ഉള്ളവന് പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഈ വിദ്യാസുരന്മാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ തിരിച്ചു പറയണം, ഇതൊക്കെ വട്ടാണെന്നാണ് അവർ പറയണത്, ഇതൊക്കെ ഭ്രാന്തമായിട്ടുള്ള പരിപാടിയാണെന്നാണ് അസുരന്മാർ പറയുന്നത്. സുരാരീണാം ഹാസ്യം, പരിഹാസ്യം അർത്ഥം. നിജസുതയെ തൻ്റെ സുതനിൽ കണ്ടു, അതാണ് ഏറ്റവും വലിയ വിഷമായത്. സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭി അശിശിക്ഷൽ ചിരമം. സദൃഷ്ട്വാ ദുഷ്ടാത്മാ, ദുഷ്ടാത്മാവായിട്ടുള്ള അവൻ ഇത് കണ്ടപ്പോൾ ഗുരുക്കന്മാരെ കൊണ്ടങ്ങോട്ട്
ചിരം വളരെ കാലം ശിക്ഷിപ്പിച്ചു. ഈ ശിക്ഷിപ്പിക്കുക എന്നുള്ളത് സംസ്കൃതത്തിലൊരു ക്രൂരവാക്കല്ല. ശിക്ഷ എന്നുള്ളത് വിദ്യാഭ്യാസം എന്നാണ് അതിൻ്റെ അർത്ഥം. പഠനം എന്നുള്ളതാണ് ശിക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്ന പണിഷ്മെൻ്റ് അല്ല. അപ്പോൾ അശിശിക്ഷ ചിരമെന്നും ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ചിരിക്കുന്നത് പണിഷ്മെൻ്റായിട്ട് തന്നെയാണ്. ശിക്ഷിച്ചു എന്ന് വെച്ചാൽ പലതരത്തിൽ ശിക്ഷിച്ചിരിക്കാം. ചിലപ്പോൾ ഉറക്കുറക്കെ ചിരിച്ചാൽ മതി, അതൊരു ശിക്ഷയാണല്ലോ കുട്ടികൾക്കൊക്കെ. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് എഗെയിൻസ്റ്റായിട്ട് ഉറക്കെ ചിരിച്ചാൽ തന്നെ കുട്ടികൾക്ക് വിഷമമാകുമല്ലോ. ചിലപ്പോൾ ശാരീരികമായിരിക്കാം, ചിലപ്പോൾ മാനസികമായിരിക്കാം ശിക്ഷ. ഏതായാലും ഗുരുഭിരശിശിക്ഷ ചിരമമും, ഗുരുക്കന്മാരാൽ ഒരുപാടങ്ങട് ശിക്ഷിച്ചു, പഠിപ്പിച്ചു എന്ന് അർത്ഥം വെച്ചോളൂ ഭൗതികമായിട്ട്. ഗുരുഭി എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുവചനമാണ്. അപ്പം 2 ഗുരുക്കന്മാരല്ല, അപ്പം ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. അശിശിക്ഷ ചിരമമും, ഇപ്പം 2 പേര് ഹെഡാണെന്ന് മാത്രം, ബാക്കിയുള്ളവരൊക്കെ വന്ന് ഉപദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട് എന്ന് ഊഹിക്കാം. സദൃഷ്ട്വാ ദുഷ്ടാത്മാ, ദുഷ്ടാത്മാവാണ് ഇത്തരത്തിൽ ശിക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഏത് ആത്മാവാണെന്ന് ചിന്തിച്ചോളൂ. നാം ജീവിക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പരിഭ്രമവും ഇവൻ വിദ്യാഭ്യാസമൊക്കെ വേണ്ടെന്ന് വെച്ച് ഇനി സ്വാമിയാവോ എന്നുള്ള പേടിയുമുള്ള നമ്മളെ പോലെയുള്ള ആളുകൾ. അപ്പം ദൃഷ്ട്വാ ദുഷ്ടാത്മാ, ദുഷ്ടാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലാത്ത ആശയം ഉള്ളിലുള്ളവൻ എന്നാണ് അർത്ഥം. നല്ലതല്ലാത്ത ആശയം എന്ന് പറഞ്ഞാൽ നല്ലത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, സത്യം മാത്രമേ ഉള്ളൂ നല്ലത്. സത്യത്തിനെ കുറിച്ച് അല്ലാത്ത ആശയങ്ങളൊക്കെ ചീത്തയാണ്. അപ്പം ദുഷ്ടാത്മാന്നുള്ളതിന് അത്രേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അവിടെ ഹിരണ്യശിപുവിൻ്റെ ദംഷ്ട്രയും ഗതയും ശൂലമൊന്നും നോക്കണ്ട ദുഷ്ടാത്മാവ് എന്നുള്ളതിൽ. എന്ന് വെച്ചാൽ ആ ജീവാത്മാവ് പൊതുവെ ദുഷ്ടമായിരുന്നു, പൊതുവെ ഭൗതികമായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇവൻ്റെ ഈ നാമജപം ഈ വോട്ടിങ് കാണാതിരിക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ കൊണ്ടുവന്നാക്കി. അശിശിക്ഷ ചിരമമും, ചിരം എന്ന് വെച്ചാൽ വളരെ കാലം, ഒരുപാട് കാലം ഗുരുകുലത്തിൽ. നമ്മുടെ ഭാഷയിൽ ഇന്ന് 10 കൊല്ലമൊക്കെ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അത്രയും കാലം എന്ന് ഏകദേശം കണക്കാക്കാം. അത്രയ്ക്കൊന്നും ഹിരണ്യകശിപുവിന് ആയുസ്സുണ്ടായിട്ടില്ല. ഗുരുപ്രോക്തം ചാസാവിരമിതൽ ഇതമിതം അഭദ്രായ ദൃഢം, അതാണ് ഏറ്റവും വലിയ രസം. ഗുരുപ്രോക്തം ച അസൗ ഇതമിതം അഭദ്രായ, ഇദ്ദേഹം ഗുരുവിനാൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം ഉള്ളിൽ വിചാരിക്കും അഭദ്രായ ദൃഢം, ഇത് ഉറപ്പായിട്ടും ഇത് അഭദ്രത്തിനാണ്, ഇത് നല്ല കാര്യമല്ല പറയണത്. ഒരു ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഡാം എങ്ങനെ കെട്ടാം, ഒരു നദിയെ എങ്ങനെ വഴിതിരിച്ചു വിടാം, ഒരു കാട് എങ്ങനെ പുനഃസൃഷ്ടിക്കാം, ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര, സൂര്യൻ്റെ ചൂടിൻ്റെ അളവെത്ര, ഇതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ അഭദ്രമാണ്. ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല, ക്രിയേറ്റീവ് അല്ല. അപ്പോൾ ഇവിടെ ഇതാ ഗുരുപ്രോക്തം ചാസൗ ഇതമിതം അഭദ്രായ ദൃഢം, ഇതെല്ലാം അഭദ്രത്തിനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇത്യപാകുറുവൻ സർവം, അത്തരത്തിൽ അപാകരിച്ചു. അപാകരിച്ചെന്ന് പറഞ്ഞാൽ നിരാകരിച്ചു. അപാകരിക്കുക എന്ന് പറഞ്ഞാൽ നിരാകരിച്ചു എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഈ വിഷയങ്ങളെയൊക്കെ ദൂരെ നിർത്തി എന്ന് പറയാം. അപാകരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ദൂരെ നിർത്തുക. ഗെറ്റ് അവേ, മേക്ക് ഇറ്റ് ഗെറ്റ് അവേ, ഗെറ്റിംഗ് അവേ എന്നർത്ഥം. ആ ദൂരേക്ക് മാറ്റി, ഈ വിഷയങ്ങളൊക്കെ ദൂരേക്ക് മാറ്റി അദ്ദേഹം. ഏത് വിഷയങ്ങളെ? നേരത്തെ പറഞ്ഞ ഈ ഭൗതികമായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം ദൂരീകരിച്ചു. അപാകുറുവൻ, ദൂരത്തെ മാറ്റി നിർത്തി. സർവം എല്ലാം. കാരണം ഒരു നല്ല കാര്യം, ഭഗവാനെ കുറിച്ചൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. ഭഗവത് ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു വാക്ക് അവർ പറഞ്ഞില്ല. അവ സർവം അവർ പറഞ്ഞതിൽ നിന്ന് പുതിയതായിട്ട് പ്രഹ്ലാദന് ഒന്നും കിട്ടിയിരുന്നില്ല അർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ മാനിച്ചില്ല, ഗൗനിച്ചില്ല. തവചരണഭക്തിയൈവവൃധേ, വളർന്നു വന്നു. എങ്ങനെയാണ് വളർന്നത് പ്രഹ്ലാദൻ? നമ്മൾ വളർന്നു വേണ്ടത് എങ്ങനെയാണെന്ന് പറയണത്? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അപ്പർ പ്രൈമറി, ഹൈ സ്കൂൾ, പിന്നെ ഹയർ സെക്കൻഡറി, ഇങ്ങനെയാണ് വളർന്നു വരണ ഒരു ചിട്ട നമ്മൾ വെച്ചിരിക്കുന്നത്. +2 ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി ആകുമ്പോൾ നല്ലോണം വളർന്നു എന്നങ്ങോട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ.
കുട്ടികളുടെ വളർച്ച നമ്മൾ തീരുമാനിക്കുന്നത് ഹോർലിക്സിലൂടെയും ബൂസ്റ്റിലൂടെയും കോംപ്ലാനിലൂടെയും അവരുടെ ബുദ്ധിയെ വിദ്യാഭ്യാസത്തിലേക്ക് കൊടുത്തുകൊണ്ടാണല്ലോ നമ്മൾ വളർച്ചയുടെ ഒരു നിരക്ക് തീരുമാനിക്കുന്നത്. ഇവിടെ വവൃദ്ധേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. പക്ഷേ പ്രഹ്ലാദൻ എങ്ങനെയാണ് വളർന്നത്? തവ ചരണഭക്തിയൈ വവൃദ്ധേ, അവിടുത്തെ ചരണഭക്തി കൊണ്ട് തന്നെ വളർന്നു. അല്ലാണ്ട് പ്രഹ്ലാദന് വേറെ കോംപ്ലാനും ബൂസ്റ്റൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധി വികസിച്ച് സൂര്യൻ്റെ ദൂരം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ കാരണം ഇതൊന്നും പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. കാരണം അതൊക്കെ ജഗൽ നിയന്താവ് സൃഷ്ടിച്ചതാണ്. അതിനൊരു സ്വഭാവം കൊടുത്തിരിക്കുന്നു. അത് അതിൻ്റെ വഴിക്ക് നടക്കും, ഞാൻ എൻ്റെ വഴിക്ക് നടക്കണം. ഇതാണ് പ്രഹ്ലാദൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ചിരം അശിശിക്ഷൻ, ചിരം എന്നുള്ളതിന് ഒരുപാട് എന്ന അർത്ഥത്തിലെടുത്താലും ഒരുപാട് കാലം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. ഒരുപാട് കാലം പഠിപ്പിച്ചു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല എന്ന് പറയാം. അഭദ്രായ ദൃഢം, ഇത് ഉറപ്പായിട്ടും അഭദ്രത്തിനായിക്കൊണ്ടാണെന്ന് ദൃഢമിത്യവാകുറുവൻ, അത്തരത്തിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി വിദ്യാഭ്യാസം ചെയ്തത്. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. വിദ്യാസ്വരൂപനെ ഹൃദയത്തിൽ എന്നല്ല പരമാണുവിൽ കൊണ്ടു നടക്കുന്ന മഹാഭക്തന് വേറെ വിദ്യാഭ്യാസം ചെയ്ത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ബിസിനസ്സും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നർത്ഥം. അദ്ദേഹം വളർന്നത് അങ്ങനെയാണ്. പ്രഹ്ലാദന് വളർന്ന വഴി അത്തരത്തിലുള്ള വഴിയാണ്. വവൃദ്ധേ, വളർന്നു, വർദ്ധിച്ചു വന്നു. ഇവിടെ ഇതാ ഭട്ടതിരിപ്പാടിൻ്റെ നാരദനെ പോലെ തന്നെ ഏകദേശം വാചാലനായിട്ട് തന്നെയാണ് ഭട്ടതിരിപ്പാടും പറയണത്. ആ പദപ്രയോഗങ്ങളൊക്കെ പ്രാസം, അതുപോലെ അതിൻ്റെ വൃത്തം, ആ പദപ്രയോഗങ്ങൾ കേട്ടാൽ അറിയാം. ക്വചിദ്രുതതി വൈകുണ്ഠ ചിന്താശബളചേതന എന്ന് നാരദൻ വാചാലനായ പോലെ ഭട്ടതിരിപ്പാടും വാചാലത കാണിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. തവ ചരണഭക്തിയൈവ വവൃദ്ധേ, ഒരാൾ വളരേണ്ടത് ഭക്തിയിലൂടെയും അദ്ദേഹം വളർത്തേണ്ടത് ഭക്തിയെയുമാണ്. സുരാരീണ ഹാസ്യം, അസുരന്മാർക്ക് അത് ചിരിക്കേണ്ടതാണ്, അസുരന്മാർക്കത് ചിരിച്ചു തള്ളാനുള്ളതാണ്. പക്ഷേ തവ ചരണദാസ്യം, അവിടുത്തെ ചരണങ്ങളുടെ ദാസ്യം, ചരണദാസ്യം അത് ഏറ്റവും അവർക്ക് നിർബന്ധമാണ്. അതില്ലാതെ ശ്വാസം മുട്ടുണ്ടാവുന്ന കൂട്ടത്തിലാണ് പ്രഹ്ലാദൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ഭക്തന്മാർ. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ചിന്തിക്കാം, ചിരിക്കാമെന്നല്ലാതെ ഇത് തൻ്റെ ശ്വാസമായിട്ടും അല്ലെങ്കിൽ തന്നെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, താൻ പ്രാർത്ഥിക്കുന്നത് വിശ്വത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം. അപ്പോൾ വിശ്വം മുഴുവൻ തന്നെ പരിഹസിച്ചാലും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്ന ബോധ്യമാണ് പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ, അവർക്കെല്ലാം പരിഹാസ്യമായ അവിടുത്തെ ചരണദാസ്യ ഭക്തി തൻ്റെ മകനിൽ കണ്ടതും സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷിരമമും, ദുഷ്ടാത്മാവായിട്ടുള്ള ഹിരണ്യകശിപു ഗുരുക്കന്മാരെ കൊണ്ട് ഒരുപാട് ശിക്ഷിപ്പിച്ചു, അനവധി കാലം വിദ്യാഭ്യാസം ചെയ്യിച്ചു. ഗുരുപ്രോക്തം ചാസാവിധമിതം അഭദ്രായ ദൃഢമിതി, ഈ ഗുരുവിൽ നിന്ന് പറയപ്പെട്ടതെല്ലാം ഇത് അഭദ്രത്തിനായിട്ടുള്ളതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപാകുറുവൻ സർവം തവ ചരണ ഭക്തിയൈവ വവൃദ്ധേ, അതിനെല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ ഭക്തിയാൽ വളർന്നു പ്രഹ്ലാദൻ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.